സാലറിയുടെ ചെക്ക് ഇവിടുന്ന് തന്നെ അന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞതാണ് ഫുഡിന്റെ ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് വരണമെന്ന്. ഇനി 1-2 പേരും കൂടി അത് ക്യാഷ് തരാനുണ്ട്. അവർ ഇന്നും കൂടി ബില്ലടിക്കത്തുള്ളൂ. നാളെ ക്യാഷ് തരാതെ ആരും ബില്ലടിക്കത്തില്ല കേട്ടോ. ഓക്കെ. അപ്പൊ മാഡം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി വാങ്ങിയ എല്ലാവരും എത്രയും പെട്ടെന്ന് ആ ഒരു ഫുഡ് കഴിച്ച പൈസ, ആ ഔദാര്യമായിട്ടുള്ള സാധനം തിരിച്ചു കൊടുക്കും. ഓക്കെ. ഇപ്പൊ പണ്ടത്തെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അതായത് അവർ പണ്ട് ഏതോ ഇട്ട ഒരു വോയിസ് ആയിരുന്നു ഫുഡ് ആൻഡ് റെക്കമെൻഡേഷൻ ഫ്രീ എന്നുള്ള സാധനം. അത് അങ്ങനെയല്ല എന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലായത് കൊണ്ട് ഇനി അത് ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ പോലും ഒരു തെമ്മാടിത്തരം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാ. പഴയ വീഡിയോ അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പോലും. ഇപ്പോഴും അത് ഡിലീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഒരു തെറ്റ് പറ്റി അതാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോളിസി ഇതാണ്. ഭക്ഷണത്തിനും റൂമിനൊക്കെ പൈസ വേണം എന്ന് പറയാം. ഓക്കെ, ഒരു വിഷയമല്ല. എന്നിട്ടോ ഫൈന് ഞങ്ങൾ ഒരു കാര്യത്തിനും വാങ്ങുന്നില്ല എന്ന് ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഇപ്പോഴും ഓരോ ചാനൽ വരുമ്പോൾ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൂടാതെ യൂട്യൂബേഴ്സിനോട് മുഴുവൻ വീട്ടിലോട്ട് വന്നുള്ളതാണ് പറഞ്ഞത്. എന്താ കാര്യം, ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ കിട്ടുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെയല്ല. തൊഴിലാളികളെ ചൂഷണം ചെയ്തതിനെതിരെ തൊഴിലാളികൾക്ക് സംഘടിച്ച് കേസ് കൊടുക്കാം. തൊഴിലാളി സംഘടനകളൊക്കെ ഒരുപാടുണ്ട്. ഇത് CPIM കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ഭരണമാണ് നടക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും തൊഴിലാളികൾക്ക് വേണ്ടി ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. ഇവരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ വിഷയത്തിൽ? ഒരു പിടിയുമില്ല. കാരണം ഇത് കുറെ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചർച്ചയാവുക. മറ്റുള്ള ന്യൂസ് ചാനലുകളിൽ ഒന്നും വരുന്നില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് സർക്കാർ ഈ ഒരു കാര്യത്തിൽ ഒരു ഇടപെടലുകൾ നടത്തുന്നില്ല? തൊഴിലാളി ചൂഷണമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടുപോലും എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. പണമുള്ളവർക്കും സ്വാധീനമുള്ളവർക്കും എന്തുമാകാമോ എന്നുള്ളതാണ്. ഓക്കെ, പണമുള്ളവൻ എന്തുമാകാം. ഓക്കെ, എത്ര കേസാ? 2 കേസാണ് സ്ത്രീകളെ ആക്രമിച്ച 2 കേസ് അവിടെ നിലനിൽപ്പേ. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് തൂത്തുമായിച്ചു പോയി. എന്ത് സിമ്പിളാണ് ഈ പരിപാടി അല്ലെ? അച്ചു, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരെന്താണ്, സിബി, ഇവർ 2 പേരും ചേർന്ന് അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഇത് 1-2 പെൺകുട്ടികൾ മാത്രം രംഗത്ത് വന്ന് പറഞ്ഞ കാര്യമല്ല. ആയിരക്കണക്കിന് പെൺകുട്ടികൾ കമന്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ഓരോ ദിവസവും പുതിയ പുതിയ ശബ്ദ സന്ദേശങ്ങൾ വരുന്നതെല്ലാം തൊഴിലാളികൾക്ക് എതിരെയുള്ള ചൂഷണമാണ് എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും വേണ്ട. അവിടെ ഒരു പെൺകുട്ടിക്ക് 18,000 രൂപ ശമ്പളം കിട്ടിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അവർ ശബ്ദ സന്ദേശമായി പറയുന്നുണ്ടോ എന്ന് കേൾക്കാം. സ്റ്റാഫുകൾക്കായിട്ട് ഒരു മെസ്സേജും കൂടെ തരുവാണ്. ഇന്നലെ ഇവിടെ ഹോസ്റ്റലിന്റെ ഒരു ഇഷ്യൂ നടന്നപ്പോ ഇന്ന് രാവിലെ എനിക്ക് സിജിയുടെ ഒരു കാര്യത്തോട് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം സിജി എന്റെ നേരെ മുഖം വീർത്തിരിക്കുകയോ ഇരിക്കാതിരിക്കുകയോ എന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അത്രയും പേര് അവിടെ ഇരുന്നപ്പോൾ സിജിയോട് ഞാൻ ഒരു കുശലാന്വേഷണ രീതിയിൽ, കാരണം രാവിലെ വന്ന ഒരാൾ മുഖം വീർത്തിരിക്കേണ്ട അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ട എന്ന് കരുതി എനിക്ക് മിണ്ടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങോട്ട് എന്നിട്ട് വെറുതെ ഒരു ഇതിന് വേണ്ടി എത്ര രൂപയാണ് സാലറി എന്ന് ചോദിച്ചപ്പോൾ സിജി 18,000 രൂപയിലാണ് സാലറി പറഞ്ഞത്. അതായത് 24,000 രൂപ ചെക്കിലുള്ള സിജി അത്രയും കുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ 18,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്ക് ആയിപ്പോയി. കാരണം ചിലപ്പോൾ അത് ലീവിന്റേതായിരിക്കാം, ഫുഡിന്റേതായിരിക്കാം. നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എത്ര? അപ്പൊ സിജി ഒരു ദൈവത്തിനെ വിളിച്ചപ്പോൾ നമുക്കൊരു ഇത്രയും തുക കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് പറയുന്നത് എനിക്ക് 24,000 രൂപ കിട്ടി എന്ന് പറയുമ്പോഴാണ് അടുത്ത മാസം അത് അതിന് മുകളിലേക്ക് കിട്ടുന്നത്. അപ്പൊ അത്രയും പേരിരിക്കും എനിക്ക് 18 കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടിയെന്നല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം നിങ്ങൾക്ക് ശമ്പളം എത്ര രൂപ ഉണ്ടായിരുന്നു എന്നാ ചോദിച്ചത്. നിങ്ങൾ 50,000 രൂപ മേടിച്ചിട്ട് നിങ്ങൾ ഫൈനും കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ലീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുന്നതല്ല നിങ്ങളുടെ ശമ്പളം. നിങ്ങൾക്ക് എത്ര തുക? ഓക്കെ, അതെ, ഭയങ്കര സ്പീഡിൽ പോവാണ്. അതിന്റെ ഇടയിൽ കാര്യം പറയാ അല്ലെങ്കിൽ വിട്ടുപോകും. അതായത് 24,000 രൂപ ശമ്പളം കിട്ടിയ ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് ഇന്ന് എത്രയാണ് സാലറി കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ 18,000 രൂപ കിട്ടി എന്ന് പറഞ്ഞു. അത് ഒരു പക്ഷേ ശമ്പളത്തിൽ നിന്നും സാലറി മറ്റുള്ള കാര്യങ്ങളൊക്കെ പാടെ ഫൈനായിട്ട് പണം പിടിച്ചിട്ടുണ്ട്. ലീഗലി 24,000 രൂപ പെൺകുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ബാങ്ക് ത്രൂ. അവിടെ ഒരു കള്ളപ്പണ വെളുപ്പിക്കൽ കൂടി നടക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബാങ്ക് ത്രൂ ഈ ഒരു കുട്ടിക്ക് ഇത്ര രൂപ കൊടുക്കുന്നു. അത് ബാങ്ക് വഴി അത് കൊടുത്തു കഴിഞ്ഞു. പിന്നീട് ഈ കുട്ടിയുടെ കയ്യിൽ 24,000 നിന്ന് 18,000 രൂപ അല്ലെ, ഏകദേശം 8,000 രൂപ അല്ല 6,000 രൂപയുടെ അടുത്ത് എന്ത് പറയുന്നത് പിടിക്കുന്നുണ്ട്, ഫൈന് പറഞ്ഞു പിടിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇത് തൊഴിലാളി ചൂഷണം തന്നെയാണ്. ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ 50,000 വാങ്ങണമെങ്കിൽ 24,000 കിട്ടിയ ആള് ഫൈന് കുറച്ച് വീണ്ടും അതിന് പണിയെടുക്കണേ എന്നാണ് ഇവർ പറഞ്ഞത്. ഈ ഒരു കാര്യം പറഞ്ഞതിൽ നിങ്ങൾ ഇനി മുഖം വീർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് തെറ്റില്ല എന്ന് ഒരു ഓണർ പറയുന്നു. അയ്യോ, ഇത് ശരിക്കും ഇതെന്ത് സംഭവം, എന്താ ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. എത്ര തുക കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇവിടെ വരുന്ന ഓരോരുത്തരും ഇങ്ങനെയാണ്. ഇപ്പൊ സിജി ഇവിടെ വന്നപ്പോ സിജി ഒരു ജൂനിയർ ആണെന്ന് പോലും കരുതാതെ വളരെ പെട്ടെന്ന് തന്നെ സാറ് പല പൊസിഷനുകൾ ഏൽപ്പിച്ചു. അതിനുശേഷം നമ്മുടെ കയ്യിലാ കിട്ടിയ ഒരു കാര്യം സിജി ആയിരുന്നു കാര്യങ്ങൾ അത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവസാനം അതിൽ ഇതായി ഏറ്റവും ഗുരുതരമായ ഒരു തെറ്റാണ് നിങ്ങളുടെ. അപ്പോ ഇന്ന് മീറ്റിംഗ് വെച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് മാനസികമായി ഇപ്പൊ ഒരാളോട് സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെയും ഓക്കെ, വലിച്ചു നീട്ടുന്നില്ലേ വെറുതെ എന്ത്. അതായത്
ഫൈന് ഇവർ ഈടാക്കുന്നില്ല എന്ന് പറയുന്ന അതേ ആള് തന്നെ അവരുടെ ഗ്രൂപ്പുകളിൽ വീണ്ടും പറയുന്ന കാര്യമാണ് സിജി എന്ന പെൺകുട്ടി 24,000 രൂപ ശമ്പളം വാങ്ങിയിട്ട് 18,000 രൂപയാണ് സാലറി ആയിട്ട് കിട്ടിയത് എന്ന് പറഞ്ഞത് ശരിയല്ല, തെറ്റാണെന്ന്. അവരുടെ സാലറി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ പണം, കയ്യിൽ കിട്ടുന്ന ആ ഒരു പണം, അത് ഇവരുടെ ഫൈൻ എല്ലാം പിടിച്ചതിന് ശേഷം അവർ പറഞ്ഞാൽ എന്ത് തെറ്റ്? 24,000 രൂപ 18,000 രൂപ കിട്ടും, 6,000 രൂപ ഫൈൻ ആണെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കുട്ടികളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ ചെക്ക് എഴുതി കൊടുക്കും. 50,000 വരെ സാലറി വാങ്ങുന്നവരുടെ ചെക്ക് എഴുതി കൊടുക്കും. എന്നിട്ട് 10,000 20,000 ഒക്കെ ഇങ്ങനെ ഫൈനായിട്ട് ഈടാക്കി കഴിഞ്ഞാൽ എന്താ പറയാ? ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കൂട്ടം പെൺകുട്ടികൾ ഇതിന് ഇരയാക്കപ്പെട്ടിട്ട് അവർ പുറത്തേക്ക് വന്ന് ഈ ഒരു വിഷയം ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ ആളി കത്തിയപ്പോൾ അവർക്ക് അവരുടെ അനുഭവങ്ങൾ പറയേണ്ടി വരുന്നു. അതേ സമയത്ത് അതിന്റെ അകത്തുള്ള കുറച്ച് കുട്ടികൾ, കുറച്ചേ ഉള്ളേ, അവർക്ക് കുറച്ച് ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല, നല്ല സമ്പാദിക്കാൻ കഴിയുന്നു എന്നുള്ളതും പറഞ്ഞുകൊണ്ട് അവരും ഒരു ഡയലോഗ് അടിക്കുന്നു. ശരിക്കും പറയണതിന് കൃത്യമായിട്ടുള്ള രേഖകളോട് കൂടിയാണ് പെൺകുട്ടികൾ ഇതിലേക്ക് ഇടപെടലുകൾ നടത്തുന്നത്. കൃത്യമായ രേഖകൾക്ക് നമ്മൾ എവിടെയും പോവേണ്ടി വരില്ല. കാരണം ഇവര് തന്നെ പറയുന്നു ഞാൻ ഫൈൻ ഈടാക്കുന്നില്ല, ഇവര് തന്നെ പറയുന്നു ഞാൻ ഫൈൻ ഈടാക്കുന്നു. അവർക്ക് തന്നെ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരവസ്ഥയാണ്. കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണോ ഇനി കേസുകളൊക്കെ ഒതുക്കി തീർക്കുന്നത് നമുക്കറിയാൻ പാടില്ലേ? കാരണം ഇവര് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ടീമാണ്. വെല്ലുവിളികൾ ഇപ്പോഴും ഉണ്ട്. അതായത് ഓരോ ആളുകളും വീഡിയോ കണ്ട് അവർ ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് ഞാനത് ഓർഡർ ചെയ്യുമ്പോഴാണ് ഇവർക്ക് ആ ഒരു ഓർഡർ കിട്ടുന്നതും അവർ പണം ഉണ്ടാക്കാൻ കഴിയുന്നതും, അല്ലെ? സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് ഈസ് അവർ കിങ് എന്നാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ പറയുക. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ വേനക കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഉളുപ്പില്ലാതെ ഇത് പോയി കണ്ട് ഇങ്ങനെ വാങ്ങിക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം തൊഴിലാളികളുണ്ട്. അവർക്ക് എന്താണ് ഈ സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയന്നെ വേണം. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങളായിട്ടും ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നത്? ഏകദേശം ഒരാഴ്ചയുടെ മുകളിൽ ഇത് തന്നെയാണ് ചർച്ച. എന്തുകൊണ്ടാണ് ഇതിലൊരു ഇടപെടലുകൾ നടത്താൻ കഴിയാത്തത് എന്നുള്ളതാണ്. 15 ദിവസം സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് അവർക്ക് ലേബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ആഴ്ച തോറും 60, 70, 80, 100, 200 പെൺകുട്ടികൾ 15 ദിവസത്തിന് വേണ്ടിയിട്ട് അവിടെ ജോലിക്ക് വരുന്നു. ആ 15 ദിവസം ഇവരുടെ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് ഇവരെ കൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു പരിപാടി. പിന്നെ എന്താണോ മാൻ പവർ ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ? ഭക്ഷണത്തിനും അതേപോലെ ഫുഡിനും അതുപോലെ റൂമിനൊക്കെ ഈ പാവങ്ങൾ 15 ദിവസം അവിടെ വാടകയ്ക്ക് നിൽക്കണം. ഫുഡൊക്കെ സ്വന്തം ചെലവാ. 15 ദിവസം ₹1 എന്നിട്ട് നമ്മളെ എങ്ങനെ ചൂഷണം ചെയ്യുക? ഈ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഇവിടെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു സർക്കാർ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട്? ചോദ്യചിഹ്നം ഇവിടെ ഉയർന്നു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഒരു അന്വേഷണം വയ്ക്കാത്തത്? ഇപ്പൊ പ്രാദേശിക പോലീസുകാർ അവിടെ ചെന്നിട്ട് ഇത് ഏത് രീതിയിലാണ് കാണുന്നതെന്ന് അറിയില്ല. ഇതിന് കൃത്യമായ അന്വേഷണം വെക്കണം. ഇതിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത്രമാത്രം കമ്മീഷൻ കൊടുക്കാൻ കഴിയുന്നതും എങ്ങനെയാണ് തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ഇത്തരം ഫൈനുകൾ ഈടാക്കാൻ കഴിയുന്നതും എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ലേബേഴ്സിന് അവരുടെ നിയമത്തിന് എതിരെയാണ് എന്നുള്ള കാര്യത്തിന് എന്തെങ്കിലും തർക്കം വേണോ? വിവരമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്തായാലും ഇവരുടെ ഓരോരോ ദിവസം കൂടുന്തോറും ഇവർ ചെയ്യുന്ന ഓരോ ഊളത്തരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ട്. അതുപോലെ യൂട്യൂബേഴ്സിനോട് ഒരു ഭയങ്കര വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിന്ന് ചെയ്യൂ ഒലിവിയയുടെ #, ഇട്ടിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഫ്രീ ആയിട്ടൊരു പ്രൊമോഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. ആ ഒരു ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടുന്ന പ്രൊമോഷനോട് കൂടി തന്നെ സർക്കാരുകളുടെ മുന്നിൽ ഇത് എത്തിക്കുകയും സർക്കാർ ഇതിന് കൃത്യമായ നടപടികൾ വരുത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഈ നിമിഷത്തിൽ പറയാണ്. ഓക്കെ, കൂടുതൽ വിശേഷങ്ങളും വാർത്തകളായിട്ട് വീണ്ടും വരും. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇടിച്ചു പൊട്ടിക്കുക. അതുവരെയും സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.